ഒരു വൈറൽ വീഡിയോ ആദ്യം തന്നെ കാണാം. നമുക്ക് തുടക്കം തന്നെ സംഗീത സാഗരമായിട്ട് അങ്ങ് തുടങ്ങാം. ഓക്കെ, വീഡിയോ. ഇരുളിൽ വിതുമ്പുന്ന പൂവേ പ്രിയരാഗം മറന്നേ പോ ഏകാന്ത വീഥിയിൽ പാടാൻ വരുമ്പോഴും. സൂപ്പർ, അങ്ങനെ വേണം പറയാം. കാരണം നാദിക്ക 2 തവണ ആ പാട്ട് കേട്ടപ്പോ തന്നെ നാദിക്കയുടെ ആ ഒരു എന്നുള്ളൊരു എക്സ്പ്രഷൻ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റി എത്രത്തോളം കിഡിലായിരുന്നു എന്നുള്ളത് അല്ലേ. പെട്ടെന്ന് വരാൻ പറ. പെട്ടെന്ന് യെസ്. അപ്പൊ നമുക്ക് അനാമികനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനാമിക. ഹലോ, നമസ്കാരം. ഇതാണ് ആ വൈറലായ അനാമിക. അതെ. ഓ, അതിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു മറ്റേ ചുരിദാറൊക്കെ ഇട്ടപ്പോ ഭയങ്കര മെച്ചോർഡ് ആയിട്ടൊന്ന് പാട്ടൊക്കെ പാടുന്ന ഒരാളാണല്ലോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനാമികയാണ് ആ പാട്ട് പാടിയത്. നാദികയ്ക്ക് മോളുടെ വീട് എവിടെയാ? അടൂര്. അടൂരാ? അത് എന്ത് പ്രോഗ്രാം ആയിരുന്നു അത്? ഓണത്തിന്റെ? ബാലസംഘത്തിന്റെ ഓണാഘോഷ പ്രോഗ്രാം. ആണോ? അടൂര് എവിടെയാ മോളെ? അടൂര് കോട്ടപ്പുറം എന്ന് പറയും. കോട്ടപ്പുറം പാലം. മോള് പാട്ട് പഠിക്കണ്ടോ? പഠിക്കുന്നുണ്ട്. ആണോ? എത്ര വർഷമായിട്ട് പഠിക്കുന്നു? കോവിഡ് വന്നതിന് ശേഷം സ്റ്റോപ്പ് ആയിരുന്നു. പിന്നെ വീണ്ടും വീട്ടില് വേറെ ആരുണ്ട് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അതോ അനാമികയ്ക്ക് സ്വന്തം ഇഷ്ടമായിട്ട് പാട്ട് പഠിക്കാൻ പോയതാണോ? അല്ല, അമ്മ പാടും. അമ്മ പാടും. അമ്മയുടെ പേര് മിനി. മിനി. അമ്മയാണോ പഠിപ്പിക്കണത്? അമ്മ. അമ്മയാണോ പഠിപ്പിക്കണത്? ടീച്ചർ അമ്മയാണോന്ന് ചോദിച്ചാ? അങ്ങനെ പറയാം. ശരി, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവിടെ ഓഡിയൻസിന് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി, ഇവിടെ ഞങ്ങളുടെ മാസ്റ്റേഴ്സിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരാമോ? പാടിത്തരാം. ഏത് പാട്ടാ? ഘനശ്യാമ. ഓക്കെ, നമുക്കപ്പോ അത് കേട്ടാലോ. ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിരാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നായി കൃഷ്ണവേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നായി മന്ത്രവേണു ബോധി ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. മന്ദഹാസപുഷ്പം ചൂടും സാന്ദ്രചുംബനമേകും സുന്ദരാഗരാഗം തേടും ഹൃദയഗീതം നോളും മന്ദമന്ദമെന്നെ പുൽകും ഭാവഗാനം പോലെ ശാരദേന്ദു പൂക്കും രാവിൽ സോമതീരം പോകും ആടുവാൻ മറന്നു പോയോ പൊന്മയൂരമാകും പാടുവാൻ മറന്നു പോയോ ഇന്ദ്രവീണയാകും ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാവും നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം എന്നോടേറെ ഇഷ്ടമെന്നായി കൃഷ്ണവേണു പാടി ഇഷ്ടമെന്നോടേറെ എന്നായി മന്ത്രവേണു ബോധി ഘനശ്യാമ വൃന്ദാരണ്യം രാസകേളിയാമം നികുഞ്ചങ്ങൾ കുയിൽ പാട്ടിൽ പകർന്നാടും നേരം. സൂപ്പർ.
സൂപ്പർ സൂപ്പർ, അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് അവിടെ വേറൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു, കേട്ടായിരുന്നോ? അല്ല കണ്ടായിരുന്നോ? അവിടെ നാദിക്ക മിസ് ചെയ്തു കേട്ടോ. അത് ഞങ്ങള് ഞങ്ങളുടെ ഇടയ്ക്ക് ഇവിടെ ഹിന്ദുസ്ഥാനി പാടിയതല്ലേ? ഹിന്ദുസ്ഥാനി പാടിയല്ല, തബല വരുമ്പോ തബല, ഡാൻസ് വരുമ്പോ ഡാൻസ്. അത് എന്നാന്നറിയാ, ഈ കവാലി മോഡൽ പാട്ടൊക്കെ ഇതുണ്ട്, ഇങ്ങനെയൊക്കെ കിടന്നിട്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കില്ല, അത് നമ്മൾ ഇട്ടൊന്നേ ഉള്ളൂ അതിനകത്ത്. അല്ല, ഈ കൊച്ചിത്ര നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വക വേഷം കിട്ട ആരാ നോക്കണത്? അല്ല അത് കറക്റ്റ് അല്ല അല്ല എലീന കണ്ടില്ല, അത് കറക്റ്റ് ആയി പോയത്. കറക്റ്റ് ഗംഭീരായിരുന്നു ആ പെർഫോമൻസ്. ഒരുപാട് അറിയുന്ന രണ്ട് കവാലിക്കാർ ഇവിടെ ഇരുന്നിട്ട് ഒരുപാട് അറിയാവുന്നവരല്ലേ? അതെ, അപ്പൊ ശരിക്കും ഇതിനെ പറ്റി അറിയാവുന്ന ആ വ്യക്തിയോട് നമുക്ക് ചോദിക്കുന്നതായിരിക്കും നല്ലത്. നല്ലായിരുന്നു മോളെ, നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൃത്യമായിരുന്നു. ഇതുപോലെ ഒരുപാട് നല്ല പാട്ടുകാരികൾ ഇങ്ങനെ മറന്നിരിപ്പുണ്ട്. പക്ഷെ അവർക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ കുട്ടി അറിയപ്പെട്ടത് അതിന് നിമിത്തമായതൊരു വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏതായാലും മോളെ ഈ പ്രോഗ്രാം കൊണ്ട് ഇപ്പൊ കോമഡി മാസ്റ്റേഴ്സിൽ വന്നതോടുകൂടി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇനി നാളെ നന്നായിട്ട് ഒരുപാട് വേദികൾ, പ്രൊഫഷണൽ വേദികൾ നമുക്ക് കിട്ടും കേട്ടോ. സൂപ്പർ സൂപ്പർ. യെസ് ചേട്ടാ. അനാമിക, എന്തോ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ സ്റ്റേജിൽ പാടിയിട്ട് എങ്ങനെയുണ്ട്? ഒരു പോസിറ്റീവ് എനർജി വന്നോ? ഒരു പോസിറ്റിവിറ്റി, അതാണ് ഈ സ്റ്റേജിന്റെ ഗുണമാണെന്ന്. ഇപ്പൊ ഈ പാട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ വൈറലാവും. ഒരുപാട് ആളുകൾ കേൾക്കും, അഭിപ്രായങ്ങൾ വരും. കോമഡി മാസ്റ്റേഴ്സിൽ പാടിയ പാട്ടല്ലേ, ആ കുട്ടിയല്ലേ എന്ന് ചോദിക്കും. അതാണ് നമുക്ക് വേണ്ടത്. കാരണം ഒരു തവണ നമ്മളൊന്ന് പരാജയപ്പെട്ട മോള് മടുത്ത് പിന്മാറിയില്ല. വീണ്ടും നമ്മുടെ ചന്ദ്രയാൻ പോലെ തന്നെ വീണ്ടും നമ്മൾ ശ്രമിച്ചു, കറക്റ്റ് ആയിട്ട് വന്നു, പാടി, ക്ലിക്കായി. നല്ല ഭാവിയുള്ള ഭാവിയുള്ള പാട്ടുകാരിയാണ്. പഠനം തുടരുക, പഠിത്തം. ഇനി ഒരു കാരണവശാലും കോവിഡിനൊക്കെ പഠിക്കണമായിരുന്നു. കോവിഡിൽ നിന്നാ മാറ്റി നിർത്തിയത്, പഠിച്ചോണ്ടേ ഇരിക്കും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഇനി എന്നെ വേണം അല്ലേ? പൊളിച്ചടക്കിയില്ലേ? എല്ലാരും പറഞ്ഞില്ലേ നല്ലായിരുന്നു എന്നുള്ളത്. എനിക്ക് ജാഫറിക്ക ആദ്യമൊക്കെ ഇങ്ങനെ ഫുള്ള് കളിച്ച് 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 ഡാൻസ് ഒക്കെ കളിച്ച് പിന്നെ ഒരു മിനിറ്റ് ഒന്ന് സ്റ്റക്കായി, ലെവൽ അങ്ങ് മാറിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്നു പോയി. നല്ല അവളുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി. അതെ, നല്ലൊരു സുന്ദരിയാണ്. അപ്പൊ അവിടുന്ന് ഇറങ്ങി വന്നപ്പോ തൊട്ട് അതിനകത്ത് ഇങ്ങനെ ലയിച്ചപ്പോ അതിലും നല്ല സുരമാധുര്യമുള്ള പാട്ടും വന്നു. പിന്നെ നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ആ മോള് തെരഞ്ഞെടുത്തത്. നല്ല പാട്ടായിരുന്നു കേട്ടോ. ഇനി വലിയ ആളായി സാറ് പറഞ്ഞ പോലെ തീർട്ടോ കേട്ടോ. ഒരു റിക്വസ്റ്റോടെ ഉണ്ട്, ഒരു റിക്വസ്റ്റോടെ. ആ വൈറലായ പാട്ട് മോള് ലൈവായിട്ട് ഇവിടെ ഒരു 2 വരി വീഡിയോയിൽ കണ്ട പാട്ട്, ആ പാട്ട് മാത്രം ഒരു 2 വരി. മംഗളങ്ങളോളും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർ കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്ര നൊമ്പരം കാണാൻ മറന്നു പോയോ മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ. സൂപ്പർ ആയിരുന്നു കേട്ടോ. അന്നേരം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വീഡിയോയിൽ കണ്ട ആളെ നേരിട്ട് കാണാൻ പറ്റിയില്ല, അതിലേറെ സന്തോഷം. ഓൾ ദി വെരി ബെസ്റ്റ്. പ്രേക്ഷകർക്കും സന്തോഷമായി. ഇനിയിപ്പോൾ 10th ഒക്കെ എത്തുമ്പോഴത്തേക്കും പഠിക്കണം. അതോടൊപ്പം തന്നെ അവർ ചിലപ്പോൾ പറയും മോളെ ഇനി കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക പഠിത്തത്തിലേക്ക് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണം. ഇനി ഇവിടുന്ന് ഒരുപാട് സ്റ്റേജുകൾ നേടാൻ പറ്റട്ടെ. താങ്ക് യു.